ഗൈസ് റിൻഷാദാണ്. നമുക്കൊരു വണ്ടി വർക്കിന് വന്നിട്ടുണ്ട്. 2-3 വർഷം ഒതുക്കി വെച്ചിരുന്ന വണ്ടിയാണ് കേട്ടോ. ടോ ചെയ്താണ് വണ്ടി വന്നിട്ടുള്ളത്. റണ്ണിങ് കണ്ടീഷൻ അല്ല, ഫുള്ള് ക്ലച്ച് കേസിംഗ് എല്ലാം ഫുള്ള് ഡാമേജ്ഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും വണ്ടി താഴോട്ട് ഇറക്കിയതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സ്റ്റാൻഡേർഡ് 350 ഇപ്പോൾ വർക്കിന് വന്നിട്ടുണ്ട്. ഏകദേശം 2-3 വർഷം സൈഡാക്കി വെച്ചിരുന്ന വണ്ടിയാണ് കേട്ടോ. ഫുൾ ബോഡി പാർട്സ് ഫുള്ള് റെസ്റ്റ് പിടിച്ച് ഡാമേജ്ഡ് കണ്ടീഷനാണ്. ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് അസംബ്ലി ഫുള്ള് സ്റ്റക്കായിരിക്കുകയാണ്. അതെല്ലാം റെഡിയാക്കാനുണ്ട്. കുറേ നാൾ ഒതുക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഓരോരോ പ്രാണികൾ വന്ന് കൂട്ടി ഫുള്ള് ഡാമേജ് ആക്കി വെച്ചിട്ടുണ്ട്. എൻജിൻ സൈഡിലായാലും അതുപോലെ തന്നെയാണ് കേട്ടോ അവസ്ഥ. ഫുള്ള് റെസ്റ്റ് പിടിച്ച കണ്ടീഷനാണ് പല സൈഡുകളിലും. കസ്റ്റമറിന്റെ നീഡ്സ് അനുസരിച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ വർക്ക് എടുക്കുന്നത്. കസ്റ്റമർ എപ്പോഴും ഒരു ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് ബ്ലാക്ക് പെയിന്റ് റിമൂവ് ചെയ്തിട്ട് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള പെയിന്റിങ് എങ്ങനെയാണോ അത് തന്നെ ഈ എഞ്ചിനിൽ കൊടുക്കണം. അതുപോലെ തന്നെ ബഫിങ്, പോളിഷിങ്, കുറേ പ്ലേറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ചെറിയൊരു വിൻറ്റേജ് ലുക്കാണ്. ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഫുള്ള് റീസ്റ്റോർ ചെയ്യണം. ഫുള്ള് വണ്ടി ഒരു വിൻറ്റേജ് ലുക്കിൽ തന്നെ നിലനിർത്താനാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമറുടെ നീഡ്സ് അനുസരിച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ വർക്ക് എടുക്കുന്നത്. ഈ വണ്ടിയുടെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾ യൂട്യൂബ് ചാനലാണ് കാണുന്നത്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള യൂസ്ഫുള്ളും കിടിലൻ അപ്ഡേറ്റഡ് വീഡിയോസുമായി ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.